നമസ്കാരം. പിണറായിസം കമ്മ്യൂണിസത്തിന് വഴിമാറണം, ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. കാരണം പിണറായിസം എന്ന് പറയപ്പെടുന്ന ഏകാധിപത്യത്തിൽ നിന്ന് കമ്മ്യൂണിസം എന്ന് പറയപ്പെടുന്ന തൊഴിലാളികളുടെ പാർട്ടി സിദ്ധാന്തത്തിലേക്ക് എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴെങ്കിലും കമ്മ്യൂണിസത്തിലേക്ക് മാറിയില്ല എങ്കിൽ ഈ പിണറായിസം എന്ന് പറയപ്പെടുന്ന ഏകാധിപത്യത്തിന് അധിക ആയുസ്സുണ്ടാവില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ സഖാക്കന്മാരെല്ലാം അറിഞ്ഞിരിക്കേണ്ടതുമാണ്. എന്നോടൊപ്പം ശ്രീ സുനിൽ മാത്യു കൂടി ചേരുന്നു. സുനിൽ, ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരൊറ്റ കാര്യം, കമ്മ്യൂണിസവും പിണറായിസവും, കമ്മ്യൂണിസത്തിലൂടെ വന്ന് പിണറായി ഏകാധിപതിയാകുന്നതാണ് നമ്മൾ കണ്ടത്. ഞാൻ ഈ ആദ്യത്തെ ഒരു ക്യാപ്ഷൻ, ഒരു ചോദ്യം പോലെ ജനങ്ങളോട്ടിരിക്കുന്ന ചോദ്യമാണ്, ഈ പിണറായിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിന് വഴിമാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു, അത് വഴിമാറേണ്ടതല്ലേ? എന്താണ് ചിന്തിക്കുന്നത്? എന്ത് തോന്നുന്നു? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു തത്വസംഹിതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ അവസ്ഥ നാം കണ്ടു, അതുപോലെ തന്നെ ഇത് ഉടലെടുത്ത രാജ്യങ്ങളിൽ കണ്ടു. ഇപ്പോൾ 2016 ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സാരഥി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ എൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപീകരിച്ചപ്പോൾ വളരെയേറെ ജനങ്ങൾ പ്രതീക്ഷിച്ചു. പിന്നീട് ഈ 2016 ശേഷം നമ്മൾ സാക്ഷികളായത് ഇതൊരു ഏകാധിപത്യത്തിലേക്ക്, പിണറായി എന്ന ഒരു ഒറ്റ വ്യക്തിയിലേക്ക് പാർട്ടി ചുരുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിനെ ഒരു LDF സർക്കാർ എന്നല്ല ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരുടെ പാണന്മാർ പാടിപ്പോഴ്ത്തിക്കൊണ്ടിരുന്നത് പിണറായി സർക്കാർ. അങ്ങനെ പിണറായിയിൽ കേന്ദ്രീകരിച്ച് ഇത് ഒരു സിംഗിൾ മാൻ, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടാം നിര പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക്. എന്നാൽ ഈ അവസ്ഥയിലേക്ക് പോയാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനം, കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലാതെയാവും. അന്നേരം ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ പിണറായിസത്തിലൂടെ പിണറായി എന്ന് പറയുന്ന ഏകാധിപതിയും തീരും. നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഏകാധിപതികൾക്കെല്ലാം വളരെ ദാരുണമായ അന്ത്യമാണ് ഉണ്ടായിരിക്കുന്നത്. അന്നേരം ഈ തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിണറായി എന്ന് പറയുന്ന ഒരു ഏകാധിപതിയുടെ തകർച്ച മാത്രമല്ല, ഇത്തരം ഒരു ആശയ സംഹിതയുടെ തകർച്ചയുമായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ സുൽമാത്തി പറയുന്ന ആ വാദത്തിലേക്ക് എത്തുകയാണ്. ഞാനിത് ചോദിക്കാൻ കാരണം, നമ്മൾ ഈ കമ്മ്യൂണിസം എന്ന് പറയപ്പെടുന്നത് തൊഴിലാളികൾ വളരെയേറെ, ചിലപ്പോൾ തൊഴിലാളികൾ, അധകൃതർ, അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിസം ഉയർന്നു വരികയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരുപാട് കടന്നു വരികയൊക്കെ ചെയ്തപ്പോഴാണ് ഈ പാർട്ടി സിദ്ധാന്തങ്ങളും ഒക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് അത്രത്തോളം എത്തിച്ചേർന്നത്. നമുക്കറിയാം, ഈ 2016 ശേഷമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഏകാധിപത്യ പ്രവണതയ്ക്ക് ഇത്രത്തോളം കനം കൂട്ടിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന് മുൻപ് വരെയൊക്കെ ചിലപ്പോൾ കമ്മ്യൂണിസം കുറച്ചുകൂടിയൊക്കെ ആൾക്കാർക്ക് ജനകീയ മുഖം ഉണ്ടായിരുന്ന തരത്തിലായിരുന്നു, ആൾക്കാർക്ക് എത്തപ്പെടാൻ കഴിയുന്ന തരത്തിലായിരുന്നു. ഇപ്പം മുഖ്യമന്ത്രിയെ കാണാൻ കഴിയില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലാൻ കഴിയില്ല, മുഖ്യമന്ത്രിയോട് ഒരു വാക്ക് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ നമ്മളിങ്ങനെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ലെറ്റർ വാങ്ങിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്. അപ്പോൾ ഒരു ഏകാധിപതി പറയുന്നു, അത് കേൾക്കുന്ന തരത്തിലേക്ക് പാർട്ടിക്കാരെത്തുന്നു, ഒരു പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു. ഒരു പാർട്ടി എന്ന് പറയുന്നത്, അതായത് CPIM എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം പിണറായി എന്നുള്ള ചുരുക്കപ്പേരിലേക്ക് എത്തപ്പെടുന്നത്. അങ്ങനെ ഒരു ചുരുക്കപ്പേരിൽ ഒരു പാർട്ടി എത്തപ്പെടുകയും ഏകശിലാദൈവം എന്നുള്ളൊരു തരത്തിലേക്ക് ഒരു ഏകാധിപത്യ പ്രവണത ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് അക്ഷരാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയപ്പെടുന്നവർ, അല്ലെങ്കിൽ ഇതിൻ്റെ അണികളെന്ന് പറയപ്പെടുന്നവർ അസംതൃപ്തരാണ്. അങ്ങനെ അസംതൃപ്തരുടെ ഒരു കൂടാരമായി AKG സെൻറ്റർ മാറുന്നു. ആ തരത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ ആരും പുറത്തു പറയുന്നില്ല, കാരണം ഇദ്ദേഹത്തിന് അത്രത്തോളം ഭയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരു നേതാവിലേക്ക് എത്തപ്പെടുമ്പോൾ ആ പിണറായി വിജയൻ കുറച്ചുകൂടി ജനകീയ മുഖമായിരുന്നുവെങ്കിൽ ചിലപ്പോൾ 2026 ചിലപ്പോൾ LDFന് അധികാരത്തില്ല, അത് വേറെ കാര്യം, അത് നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ഒരു ജനകീയ മുഖമായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരില്ല. 24ാം പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് പിണറായി വിജയൻ ചിലപ്പോൾ LDFൻ്റെ സാരഥിയായി മുന്നിൽ നിൽക്കട്ടെ. ഇത് ഞങ്ങളുടെയോ അല്ലെങ്കിൽ സുൽമാത്തിൻ്റെയോ ഒരു അഭിപ്രായമല്ല. ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LDFൻ്റെ തന്നെ, അല്ലെങ്കിൽ ഈ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ തന്നെ അസംതൃപ്തരായിട്ടുള്ള സഖാക്കളും അണികളുമൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ പിണറായിസം എന്ന് പറയപ്പെടുന്ന സംവിധാനം മാറണം. നമ്മുടെ പഴയകാല സോഷ്യലിസ്റ്റ് മതേതര ചിന്തകളുള്ള ആ ഒരു കമ്മ്യൂണിസത്തിലേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലണം. അതാണ് അതെ, ആ ഒരു ജനകീയ മുഖം ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറയാം. കാരണം ഇന്ന് പിണറായിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ ഒരു ഏകാധിപത്യ
രാഷ്ട്രങ്ങളിൽ അവർ ചെയ്തേക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. കാരണം നമ്മുടെ ഇവിടെ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എൻ്റെ മുഖം എൻ്റെ തല എന്നുള്ള തരത്തിൽ എല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് പോകുമ്പോഴത്തേനും ഇതിനൊരു മാനുഷിക മുഖം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അന്നേരം അതിനകത്തൊരു ജനകീയ അടിത്തറയും ഒരു മാനുഷിക മുഖവും ഒരു സഹകരണവും ഒക്കെ വന്നു കഴിഞ്ഞാൽ, ആളുകളുമായിട്ടൊരു സംസർഗം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതേസമയം ഇവരിലൊരു ഇത്തരത്തിലുള്ള ഏകാധിപതിമാർ ഉണ്ടാക്കപ്പെടുന്നത് അവർ ഒരു ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സ്യൂഡോ ഇമേജ് ഉണ്ട്. ഒരു ഭീകരമുഖം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനല്ല, വളരെ കാർക്കശ്യക്കാരനാണ്, വളരെ ഗൗരവ സ്വഭാവക്കാരനാണ്, തമാശകളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു സ്യൂഡോ ഇമേജ് ഇവർ ക്രിയേറ്റ് ചെയ്യപ്പെടുക. മൈക്കിനോട് പോലും അതിന് അത്തരത്തിലാണ്. ഒന്ന് ഓർക്കണം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു 81 വയസ്സുള്ള ഒരു വൃദ്ധനാണ്. അന്നേരം ഇപ്പോൾ ആ ഒരു 81 വയസ്സുള്ള ഒരു വൃദ്ധൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ പിണറായിയെ കുറിച്ച് ഇവരുണ്ടാക്കിയേക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് വളരെ കർക്കശക്കാരനായ, വളരെ ശക്തനായ, ഇരട്ടച്ചങ്കുള്ള, ഒരു നടക്കാൻ പോലും വയ്യാത്ത ഒരു വൃദ്ധനെ ഇവന്മാർ ബിൽഡപ്പ് ചെയ്തേക്കുന്ന ഇങ്ങനെ ഒരു സ്യൂഡോ ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. അന്നേരം ഈ ഒരു ബിംബം തകർക്കപ്പെട്ടാൽ, അല്ലെ ഒരു ഇൻഫ്ലേറ്റ് ചെയ്ത ഒരു ബലൂണാണ് ഇദ്ദേഹം. അന്നേരം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവര് ഇത്രയും അക്ഷമരാകുന്നതിൻ്റെ കാരണം, അതായത് ഇപ്പം മുഖ്യമന്ത്രിയെക്കുറിച്ചോ പിണറായിയുടെ മകളെക്കുറിച്ചോ എന്തെങ്കിലും പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവർക്ക് കുഴപ്പമില്ല, ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം തന്നെ ഇവർ വളരെ രോക്ഷാകുലരാകുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കീ പേഴ്സൺ പോലീസ് സംവിധാനം ഉപയോഗിച്ച് അത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളായിക്കോട്ടെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ, ഇവരെ ടാർഗറ്റ് ചെയ്യുന്നു, ഇവരെ ഇല്ലാതാക്കുന്നു. ഇറ്റ് ഷുഡ് ബി എ ഡെറ്ററന്റ് ഫോർ. അതായത് ഇത്തരത്തിലുള്ള ഏകാധിപതികളെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുന്നതിൻ്റെ, അതായത് 51 വെട്ടുക എന്ന് പറയുന്നത് സാധാരണ അതിനേക്കാളൊക്കെ വെട്ടി കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടാവാം. അന്നേരം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു തത്വസംഹിതയുടെ ഭാഗമാണ് ഒരു ഫിയർ സൈക്കോസിസ്, ഒരു ഭീതി മനുഷ്യന്റെ മനസ്സിൽ. അന്നേരം സാധാരണക്കാർ, അന്നേരം ഇന്നും ആളുകളുടെ മനസ്സിൽ ടി പി ചന്ദ്രശേഖരന്റെ പദം എങ്ങനെയായിരുന്നു? 51 വെട്ടി നിഷ്ഠൂരമായി കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ. അന്നേരം ഇതെല്ലാം ഒരു പ്ലാനാണ്. അദ്ദേഹത്തെ വെട്ടുന്നു, അദ്ദേഹത്തിന് ആ വെട്ടുന്ന വിഷ്വലുകൾ ഇതൊക്കെ പർപ്പസ്ഫുള്ളി എടുക്കപ്പെടുന്നു. ഈ മൃഗീയമായിട്ട് കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ വെളിയിൽ വിടുന്നു. അദ്ദേഹത്തിന്റെ ആ വെട്ടേറ്റ് മുറിവേറ്റ ആ മൃതദേഹം കൊണ്ടുപോകുന്നതിന്റെ വിഷ്വൽസ് വരുന്നു. അന്നേരം ഇതിലൂടെ ഇവർ സട്ടിലായിട്ട് ജനങ്ങളുടെ മനസ്സിലൊരു ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വന്നാൽ അല്ലെങ്കിൽ പാർട്ടിയെ, അല്ലെങ്കിൽ ഈ തത്വത്തെ, ഈ പ്രസ്ഥാനത്തെ എതിർക്കുന്നവരുടെ അവസ്ഥ ഇങ്ങനെ ആകും എന്നൊരു ഭീതി ക്രിയേറ്റ് ചെയ്യുകയാണ്. അന്നേരം ഈ കമ്മ്യൂണിസവും പിണറായിസവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ജനകീയ മുഖം, ഒരു പാവപ്പെട്ടവന്റെ അല്ലെങ്കിൽ ഒരു ജനകീയമായ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഇതൊരു ഭീകര സത്വത്തിന്റെ. അതെ, നമുക്കത് പറയാൻ കഴിയുന്നറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തൊഴിലാളി പാർട്ടിയാണ്. തൊഴിലാളിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഉരുത്തിരിഞ്ഞൊരു പ്രസ്ഥാനം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി മാറുന്നുവെങ്കിലും പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും, മാത്രമല്ല ദേശീയ തലത്തിൽ നോക്കിയാലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുകയാണെങ്കിൽ വിയറ്റ്നാമിലും കൊളംബിയയിലും കംബോഡിയയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തകർന്നടിയുന്ന ഒരു സാധ്യത ഒക്കെ ഉണ്ടായി. കമ്മ്യൂണിസം മരിക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് ഇവിടെയും സംഭവിക്കുന്നത് ഇവരെല്ലാവരും കൂട്ടുപിടിച്ച ബൂർഷ്വാസികളായിരുന്നു. മുതലാളിത്തത്തെ കൂട്ടുപിടിക്കുകയും അവരുടെ തണലിൽ വളരാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് കമ്മ്യൂണിസം തകർന്നത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ കമ്മ്യൂണിസം തകർന്നത് ജനങ്ങളിൽ നിന്ന് അകന്നതുകൊണ്ടാണ്. ഇവിടെയും സംഭവിക്കാൻ പോകുന്നതാണ്. ജനങ്ങളിൽ നിന്ന് അകലുകയും പിണറായിസം രൂപീകരിക്കുകയും പിണറായിസം എന്ന് പറയപ്പെടുന്നത് ഏകശിലാദീപമായി മാറി സ്വാശ്രയ സംവിധാനങ്ങളിലേക്കും ബൂർഷ്വാസികളിലേക്കും ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ മുതലാളിമാരെ കൂട്ടുപിടിക്കാൻ ആ ഒരു അവസ്ഥ എത്തി. അപ്പോൾ ജനങ്ങളെ കാണാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇപ്പം താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ ഒരു ഭയരഹിതമായൊരു സാഹചര്യം ഉണ്ടാക്കുന്നു. അത് പാർട്ടിക്കുമുണ്ട്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കുമുണ്ട്. കാരണം ഈ മുഖ്യമന്ത്രി ഇറങ്ങുന്ന വഴികളിലൊന്നും ആർക്കും നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇദ്ദേഹം പോകുമ്പോൾ, ഇദ്ദേഹം സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ സേവകനല്ലേ? ജനങ്ങളുടെ സേവകനാകേണ്ട മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ പ്രജകളാകുന്നവരാകുന്ന ഈ നമ്മളെല്ലാം കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതിൻ്റെ അവസ്ഥ എന്താണ്? ജനങ്ങളെ ഭയന്നു പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ആവശ്യം. നമ്മളെ ഭരിക്കാനായി നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പമല്ലേ നിൽക്കേണ്ടത്. താങ്കൾ ഇന്നലെ ഒരു വാർത്ത ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതുകൂടെ ഇതിനകത്ത് സൂചിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് SNDPയുമായി ബന്ധപ്പെട്ട് വരുന്ന 30ാം വാർഷികാഘോഷം നടക്കുമ്പോൾ അവിടേക്ക് എത്തപ്പെടുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. അവിടെ ഇതേ ഭയമല്ലേ അദ്ദേഹം പുറപ്പെടുന്നത്? അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് കൂടി ഒരു ചോദ്യമുണ്ട്. ഈ 19 കടകളെല്ലാം അടച്ചു നിർത്തുക എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രി എത്തുമ്പോൾ നിങ്ങളിതെല്ലാം അടച്ചുപൂടണം. മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ ഭയമുള്ളതുകൊണ്ടാണോ, അതോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ ഉണ്ടാകുന്നത്? കാരണം പലതരത്തിലുള്ള PR ഏജൻസികളുണ്ട്. ഇദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യുക. താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ തല എൻ്റെ മുഖം എന്ന് പറയപ്പെടുന്നില്ലേ, ഇദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ഇങ്ങനെ
പാടിപ്പോഴത്തി നടത്തുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. അതാണ് ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരു ഏകാധിപതിയെ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ കണ്ടിരിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുഖം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ അതില്ലാത്ത ഒരു വ്യക്തിയായി മാറി. അവിടെയാണ് പിണറായിസം തകരുകയും കമ്മ്യൂണിസം വീണ്ടും ഉടലെടുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ പുനർജനിക്കുകയും ചെയ്യണം എന്നുള്ള ആവശ്യത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയല്ലേ നമുക്ക് അതിനെ കാണാൻ? അതെ, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നമ്മളെയൊക്കെ ആദ്യമേ കണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന കുറേ തോരണം കിട്ടുന്നു, അല്ലെങ്കിൽ ചുവന്നൊരു കമാനം കിട്ടുന്നു, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചുവരെഴുത്തുകൾ, ഈ ഒരു തരത്തിൽ നിന്നൊക്കെ മാറി ഇന്ന് കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസം എന്ന് പറയാൻ പറ്റത്തില്ല, പിണറായിസത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അതിൻ്റെ ഒരു ഹൈടെക് വേർഷനിലേക്ക് പോയി. വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വളരെ ശക്തമായ സുസജ്ജമായ ഒരു PR ഡിവിഷൻ ഇവരുടെ പിന്നിലുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏജൻസികളാണ് ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തേക്കുള്ള ചില പടികളുണ്ട്. അതായത് പിണറായിസം ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോഴും പിണറായിസം മാറേണ്ട കാലഘട്ടം എന്തുകൊണ്ട്? ഇപ്പം മുഖ്യമന്ത്രി തലവേദനയാണ്, മുഖ്യമന്ത്രിക്ക് അതേ തലവേദന. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യമായിട്ട് ഇപ്പോൾ നമുക്ക് വളരെ റീസെൻ്റായിട്ട് പറയാൻ പറ്റുന്ന മകളുമായിട്ട്, വീണയുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന വിഷയം, മാസപ്പടി വിഷയമായിട്ട് ബന്ധപ്പെട്ട്, കരിമണൽ ഖനന വിഷയമായിട്ട്, ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ ഈ വിഷയങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ അത് SFIO ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള K. എബ്രഹാമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയം CBI അന്വേഷണത്തിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ക്യാബിനറ്റ് മന്ത്രി എങ്ങനെയാണോ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് ആ തരത്തിലേക്കാണ്. അപ്പോൾ ഒരു മന്ത്രിസഭയിൽ തന്നെ ഉള്ള മുഖ്യനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മകളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്താവുന്ന തരത്തിലേക്കുള്ള സ്ഥിതിവിശേഷം. ഈ CBI അന്വേഷണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CBI അന്വേഷണത്തിലുമുണ്ട് ഈ പറയുന്ന കുറേ നൂലാമാലകൾ. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാരിന് ബാധ്യത എന്ന് പറയപ്പെടുന്നത്, ബാധ്യതയായി മാറുന്ന K. എബ്രഹാമിനെ പോലുള്ളവർ ചുമക്കേണ്ട അവസ്ഥ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരെയെല്ലാം മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുവാൻ പുതിയ സംവിധാനത്തിനും പാർട്ടിക്കുമാകണം. അതിന് കഴിയുന്നുണ്ടോ? അതിന് കഴിയണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിണറായിസം മാറുകയും കമ്മ്യൂണിസം വരികയും ചെയ്യണം. കമ്മ്യൂണിസത്തിൻ്റെ ഇപ്പോൾ 24-ാം പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ പുതിയൊരു ദേശീയ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും പ്രതീക്ഷ, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് അനുഭാവികളുടെയും അണികളുടെയും ഒക്കെ ചിന്ത എന്ന് പറയപ്പെടുന്നത് ഈ MA ബേബിയിൽ അധിഷ്ഠിതമാണ്, അല്ലേ? അതിൽ വലിയ പ്രതീക്ഷയിലുമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത്, അയാളുടെ ഈ പറയുന്ന MA ബേബി എന്ന് പറയപ്പെടുന്ന സഖാവിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് പാർട്ടി കാര്യങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിയാണ് വലുത് എന്നും വ്യക്തിയല്ല എന്നുള്ള ഒരു സൂചന ഉണ്ടാകും. അങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ല എന്നുണ്ടെങ്കിൽ പിണറായിസിനെതിരെ വളരെ ശക്തമായി, അല്ലേ, പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യാം. അതിനൊരു സ്ഥിതിവിശേഷമല്ലേ അങ്ങനെയുള്ള? അല്ല, ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും തരത്തിൽ സുൽമാത്തിന് ഏതെങ്കിലും എതിരഭിപ്രായം തോന്നുന്നുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളിലെവിടെയെങ്കിലും? ഇപ്പം എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായമല്ല, താങ്കൾ തുടങ്ങിയ ആ ഒരു ക്യാപ്ഷനിൽ നിന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ പിണറായിസം കമ്മ്യൂണിസത്തിന് വഴിമാറിയില്ലെങ്കിൽ എന്ന ഒരു ക്യാപ്ഷനോടുകൂടിയായിരുന്നു നമ്മുടെ ചർച്ച ആരംഭിച്ചത് തന്നെ. കാരണം ഇത് അതിൻ്റെ ഹൈ ടൈമാണ്. കാരണം 2016 വളരെയേറെ പ്രതീക്ഷയോടുകൂടി ഈ ഒരു LDF സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. വന്നപ്പോൾ മുതൽ എന്താണ് സംഭവിച്ചത്? തുടക്കത്തിൽ തന്നെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സ്വർണ്ണക്കടത്ത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നാണം കെടുത്തുന്ന തരത്തിലുള്ള സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നു. അതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ തന്നെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ CM രവീന്ദ്രനെതിരെയും വളരെയേറെ ആരോപണങ്ങൾ വന്നു. ആ കേസും അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ ഇതാ സ്വന്തം മകൾ മാസപ്പടി കേസിൽ പ്രതിയാകുന്നു. അതിലെല്ലാം ഉപരി ഇദ്ദേഹത്തിൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തി എന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ CBI അന്വേഷണത്തിന് അനുമതിയും കൊടുത്തിരിക്കുകയാണ്. അന്നേരം ഇതെന്ന് പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇറ്റ്സ് എ ഹൈ ടൈം. പിണറായിസത്തിന് ഒരു അറുതി വരുത്തി കമ്മ്യൂണിസത്തിലേക്ക് പോകണം എന്നുള്ള ഒരു വലിയൊരു അലാമാണ് ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസ്സിൽ അത്തരത്തിലൊരു ചേഞ്ചസ് ഉണ്ടായി, ഒരു സമൂലമായ മാറ്റം വന്നു. MA ബേബി ഇപ്പോൾ ദേശീയ അധ്യക്ഷനായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകണം. ഇവിടെ പിണറായി എന്നൊരു പറയുന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതമല്ല ഈ സർക്കാർ. ഇതൊരു LDF സർക്കാരാണ്. CPM ഇത് ഉള്ളത് ഇവിടെ നിലവിലുള്ളതെന്ന് പറഞ്ഞത് ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനമല്ല, പാർട്ടിയാണ് വലുത്, പാർട്ടിക്ക് അധീനമായിട്ട് ആരുമില്ല എന്നൊരു സന്ദേശം നൽകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ശക്തമായ ഒരു നടപടി എടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്
ഒരു ശക്തനായ നേതാവാണെന്ന് നമുക്ക് പറയാൻ പറ്റും, പ്രൊവൈഡഡ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ. കാരണം ഒരു ചെയിൻ ഓഫ് ആരോപണങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലുള്ള ഉന്നത വൃത്തങ്ങൾ അഴിമതിയുടെ പേരിൽ ദേശീയ ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്. അന്നേരം ആ സാഹചര്യത്തിൽ സ്വന്തം മകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൃത്യമായ തെളിവുകൾ വന്ന് ഇനിയും നാണം കെട്ട് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സാഹചര്യം വരെ നിൽക്കാതെ ഈ സാഹചര്യത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്ത് ഇദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് ഏബിളായിട്ടുള്ള മറ്റാർക്കെങ്കിലും ചുമതല, മുഖ്യമന്ത്രിയുടെ ചുമതല നൽകിക്കൊണ്ട് അന്വേഷണവിധമായി മാറി നിൽക്കാനായിട്ടൊരു ഇതാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഇപ്പോഴെന്താണ് ചെയ്യേണ്ടത്? ഇദ്ദേഹത്തിൻ്റെ ഒരു പാർശ്വവർത്തിയായ എന്ത് തോന്നുന്നു സംസ്ഥാന സെക്രട്ടറി, ഒരു സംസ്ഥാന സെക്രട്ടറി ഈ ഇതിനെ ഡിഫെൻഡ് ചെയ്യുക. അല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ എം.വി. ഗോവിന്ദന് താലത്തിൽ വെച്ച് നീട്ടിക്കിട്ടിയ ഒരു സാധനമാണ് ഈ സംസ്ഥാന സെക്രട്ടറി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇ.പി. ജയരാജനൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ലേ, അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി കൂടെ മാറ്റിക്കൊണ്ടാണ് എം.വി. ഗോവിന്ദൻ ആ പദവി കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്ന പോലെ പിണറായി എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ജീവിക്കുക എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ സ്വീകരിച്ച, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനോട് കോടിയേരി ബാലകൃഷ്ണൻ ചെയ്ത് എന്താണ് അതുപോലെ ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാന സെക്രട്ടറി മകന്റെ കാര്യം മകൻ്റെത്, അത് പാർട്ടിക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. അത് കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ചു, അത് എം.വി. ഗോവിന്ദൻ കാണിക്കുന്നത്. ഇന്നലെ എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നാണ്. അതായത് നമ്മുടെ വീണ വിജയന്റെ സാഹചര്യവും ബിനീഷ് കോടിയേരിയുടെ സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം ഇത് പിണറായിയുടെ മകളും അത് കോടിയേരിയുടെ അങ്ങനെ ആയിരിക്കാം. അപ്പൊ എന്തായാലും സാഹചര്യം എന്താണെന്ന് പുള്ളി പറഞ്ഞിട്ടില്ലെങ്കിലും സാഹചര്യം വ്യത്യസ്തമാണെന്ന്. അവിടെയാണ് നട്ടലില്ലാത്ത ഇത്തരത്തിലുള്ള വാഴപ്പിണ്ടി സെക്രട്ടറിമാർ ഉണ്ടെങ്കിൽ ഈ ആളെ, അതായത് പിണറായി സ്ഥിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെയാണ് ജനങ്ങളുടെ ആകെയുള്ളൊരു പ്രതീക്ഷ. ഈ പറയുന്ന പോലെ എം.എ. ബേബിയെ പോലൊരു ദേശീയ നേതാവ്, ഞാൻ പറയും ചിലപ്പോൾ കുറച്ചുകൂടി ജനകീയ മുഖമാണ് എം.എ. ബേബി. മാത്രമല്ല ജനങ്ങളോട് അടുത്തിടപഴകാൻ താല്പര്യം കാണിക്കുന്ന ഒരാൾ കൂടിയാണ്. അതിനെത്രത്തോളം അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടെന്ന് എന്നുള്ള ചോദ്യമൊക്കെ രണ്ടാമതാണ്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ചിരിച്ചുകൊണ്ട്, മാനുഷിക മുഖം, അതെ, മാനുഷികമായ ഗുണമുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ലാത്തതും എന്നാൽ എം.എ. ബേബിക്കുള്ളത്. അതിനെ സപ്ലിമെന്റ് ചെയ്യാൻ എത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം നള്ളിഫൈ ചെയ്ത് കളയുന്നതാണ്. ഇന്നലെ ഇത്രയും കളങ്കിതനും ജനങ്ങളും സ്വന്തം സമുദായാംഗങ്ങൾ തന്നെ വെറുക്കപ്പെടുന്ന വെള്ളാപ്പള്ളിയുടെ 30ാം വാർഷികാഘോഷം അദ്ദേഹത്തിന്റെ PR പരിപാടിയിൽ പോയി അദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്, ഇത് പൊതുജനങ്ങളെല്ലാം ഇവൻ കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും സ്വസമുദായം തന്നെ വിളിച്ചു പറയുന്ന ഈ ആഘോഷ പരിപാടികൾ നടത്തുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ സ്വസമുദായാംഗങ്ങൾ വളരെയേറെ പ്രതിഷേധം നടത്തുകയും അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെന്ന് ആ വേദിയിൽ ചെന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു എന്ന്. ഇദ്ദേഹത്തെ വെള്ളപൂശപ്പോൾ തന്നെ ഈ എം.എ. ബേബി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കി കളയുന്ന തരം പ്രവർത്തനങ്ങളാണ്. അതെ അതെ, ഇതുപോലുള്ള ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ SNDPയുടെ നേതാവിൻ്റെ കൂടെ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ജാതി സമവാക്യങ്ങളിലും സമുദായ സമവാക്യങ്ങളുമൊക്കെ ഇപ്പോൾ വല്ലാതെ ഇടപെടുന്നുണ്ട്. ഞാൻ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് ഈ സോഷ്യലിസം പ്രസംഗിക്കുന്ന, മതേതരത്വം പറയുന്ന ഒരു പ്രസ്ഥാനം, അത് തൊഴിലാളിക്ക് വേണ്ടി എന്ന് പറയപ്പെടുന്ന എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പ്രസ്ഥാനം എപ്പോഴാണ് മതങ്ങളുടെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയത്? എപ്പോഴാണ് ഈ ജാതികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജാതിപര്യന്മാരായി മാറുന്നത്? ഇതൊക്കെയാണ് കമ്മ്യൂണിസത്തെ സത്യം പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നത് എന്നുള്ള കാര്യം പിണറായി മനസ്സിലാക്കേണ്ടത്. ഇനി പിണറായിസ്ഥിലൂന്നിയാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇതിൻ്റെ ആയുസ് തീരാൻ പോകുന്നു എന്ന് പറയേണ്ടി വരും. അത് തീർച്ചയായിട്ടും അതിൻ്റെ അവസാന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാന ഒരു ആളല്ല ഒരു കത്തലെന്ന് പറയുന്ന പോലെ ഇവിടെ ഈ പ്രസ്ഥാനത്തിന് ഇപ്പോഴും ഒരു പ്രസക്തി ഉള്ളതെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് ഇത്രത്തോളം ദുർബലമായി പോയത് മാത്രമാണ് ഇവർക്ക് ഇപ്പോഴേ ഇവിടെ ഇത്രയെങ്കിലും ഒരു പ്രസക്തി ഉള്ളത്. അതിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ അതുകൂടി പറഞ്ഞിട്ട് അതിനകത്തേക്ക് പോകാം. അതായത് ഇപ്പോൾ പിണറായി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ട് ഈ പാർട്ടി പോകുന്നതുകൊണ്ട് പിണറായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കമ്മ്യൂണിസം വേണ്ടേ? അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി വേണ്ടേ? അപ്പോൾ അന്ന് അവരാണ് പാർട്ടിക്കാരാണ് ഇത് ഈ വളരെ പ്രസക്തമായ ചോദ്യമാണ്. അത് അവരാണ് ചിന്തിക്കേണ്ടത്. അപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് വളരെ വളരെ പ്രസക്തമാണ്. വയസ്സ്, പ്രായം എന്ന് പറയപ്പെടുന്നത് അത് ആർക്കായിരുന്നു, എനിക്കായിരുന്നാലും താങ്കൾക്കായിരുന്നാലും നാളെ മറ്റൊരാൾക്കായിരുന്നാലും. എന്തിന് മുമ്പ് ഇതിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന V.S. അച്യുതാനന്ദൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാർട്ടിയോട് ഒരു തരത്തിലും പ്രതിപക്ഷ മനോഭാവത്തോടു കൂടിയോടും ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട അദ്ദേഹം പാർട്ടിയോടൊപ്പം സഞ്ചരിച്ച ആളാണ്. ഇങ്ങനെ പ്രായം പലപ്പോഴും നമ്മളെ തളർത്താറുണ്ട്. 81 വയസ്സുകാരനാണ് ഈ പറയുന്ന പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഇനിയും ബാല്യമുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോഴും മാറിക്കൊടുക്കേണ്ടത് മാന്യതയാണ്, അല്ലേ? സ്ഥാനമാനങ്ങൾ മാറിക്കൊടുത്ത് പുതിയ മുഖങ്ങൾ എത്തേണ്ടത് മാന്യതയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു കാര്യം കൂടി, ഒരു 2ാം നിര പോലും വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പിണറായി മാറി എന്നുള്ളതാണ്.
അപ്പോൾ അത് പാർട്ടിയുടെ അപജയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈ പിണറായിസം അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ആളിന് ശേഷം ഒരു നേതാവ് ഉണ്ടാകണം, ഇത് നയിക്കണം. ഇത് നയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു പണ്ടും. ഈ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനം, ഇത്രത്തോളം ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ലാതെ മറ്റൊരു പ്രസ്ഥാനം ഇല്ലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ ബാക്കിയുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇനി നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി, ഈ കമ്മ്യൂണിസം എത്രത്തോളം വളർന്നു വരുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തവർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിളനിലം ഉണ്ടാക്കി കൊടുത്തവർ ഉണ്ട് ഇവിടെ. അതെ, അവർ കൂടി ഉള്ളത് കൊണ്ടാണ് ഈ കമ്മ്യൂണിസം ഇങ്ങനെ തഴച്ചു വളരുന്നതെന്ന് പറയേണ്ടി വരും, അല്ലേ? അപ്പോൾ ആ സാധ്യതകളെ നമ്മൾ കാണാതെ പോകുന്നത് ശരിയാണോ? അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത്തരത്തിലുള്ളൊരു വളർച്ചയെ കൂടിയെന്ന് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പിണറായിസത്തെ ഞാൻ ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് പിണറായിസത്തെ വളർത്തിയത് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം ഞാൻ അതിൻ്റെ വിരൽ ചൂണ്ടുന്നത് BJP-യിലേക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയേറെ ഈ തുടക്കത്തിൽ തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഉണ്ടായപ്പോൾ പിണറായി വിജയനെ കൂട്ടാനുള്ള അവസരം ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ അവരാണ് ഭരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടി, ഒന്നും ചെയ്തില്ല. അതുപോലെ തന്നെ വ്യക്തമായ തെളിവുകളോടെ ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തു. എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. പൂട്ടാനുള്ള അവസരം ഇദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിൻ്റെ വാതിൽ വരെ എത്താനുള്ള സോഴ്സ്. കാരണം ഇദ്ദേഹം ഇത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യത്തില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും മനസ്സിലാകും. ഇത് ആരുടെ നിർദ്ദേശം അനുസരിച്ചാണെന്നും ഇവരുടെ കുടുംബാംഗങ്ങളുടെ ഇത് സ്വപ്ന സുരേഷിൻ്റെ വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അവർ നടത്തിയതാണ്, തെളിവുകളടക്കം അവർ നൽകിയതാണ്. അന്തരമൊന്നും ചെയ്തില്ല. വീണ്ടും ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ CM രവീന്ദ്രൻ്റെ മായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വന്നു. ഇപ്പോൾ ഇതാ വീണാ വിജയനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും കിഫ്ബിയുടെ CEO ആയ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ ഇദ്ദേഹത്തിനെതിരെ ഇത്രയും എല്ലാം ആയുധങ്ങൾ, ഇതിലെല്ലാം ഉപരി ലാവ്ലിൻ കേസ് എത്രാമത്തെ പ്രാവശ്യമാണ് അന്നേരം ഇവരെ പൂട്ടുവാൻ ആവശ്യത്തിലേറെ അവസരങ്ങൾ ലഭിച്ചിട്ടും ഒന്നും ചെയ്യാതെ ഇവരെ കയറൂരി വിട്ട് പിണറായിസത്തിൻ്റെ വളർച്ചയ്ക്ക് അധ്യക്ഷത വഹിച്ച BJP നേതൃത്വമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പിണറായിസം വളരുവാനായിട്ട്. തീർച്ചയായും എനിക്ക് അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഈ BJP-യുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന വിഷയങ്ങൾ BJP എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJP-യുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, 2026 വീണ്ടും LDF സർക്കാരിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി അവർ ചെയ്യുന്നത് നമ്മൾ ഈ വളർത്തിക്കൊല്ലുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിദ്ധാന്തമാണ് അവർ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവർ ഈ വർഷം കൂടി, അതായത് 2026 കൂടി ഈ CPM-നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒത്താശകൾ ചെയ്തുകൊണ്ട് ഇവർ അധികാരത്തിലേക്ക് എത്തും. ഈ സമയത്തിന് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്ന പോലെ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം UDF എന്ന് പറയപ്പെടുന്നത് തകർന്ന് തരിപ്പണമാവും. കാരണം കഴിഞ്ഞ 10 വർഷമായി ഒരു തരത്തിലും അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്ന കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗിനാണെങ്കിൽ അധികാരമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അവരുമൊക്കെ കോൺഗ്രസിൻ്റെ 50% പേരും തോറ്റു കഴിഞ്ഞാൽ അവർ BJP-യിലേക്ക് പോകും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് അധികാരത്തിന് വേണ്ടിയിട്ട് എന്തായാലും LDF-നോടൊപ്പം ചേരുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ ഇവിടെ തകർന്ന് തരിപ്പണമാകുന്ന, അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJP-യുടെ ആശയം കേരളത്തിൽ കൂടി നടപ്പിലാക്കാൻ അതിലൂടെ കഴിയുകയും ചെയ്യും. ഒപ്പം പിന്നെയുള്ള അത് എന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന CPM-ൻ്റെ മുഖങ്ങളാണ്. 2026 ഇലക്ഷൻ്റെ കഴിഞ്ഞ ഒരു 2026-27 കാലഘട്ടം ആകുമ്പോഴത്തേനും ഈ പറയുന്ന ഓരോരുത്തരെ എണ്ണി ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾ അകത്താക്കും. പിന്നെ കമ്മ്യൂണിസം ഇവിടെ പ്രചരിപ്പിക്കുവാനൊന്നും ഒരു അവസരം ഈ BJP കൊടുക്കില്ല. BJP-ക്ക് എത്തപ്പെടുന്ന കോൺഗ്രസ്സുകാരടക്കമുള്ളവർ BJP-ക്ക് വലിയ സപ്പോർട്ട് നൽകും. 2028-ലോ 29-ലോ ഒരു ഇലക്ഷൻ നടന്നേക്കാം. അങ്ങനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവും അതിനകത്തുണ്ടായേക്കാം. അപ്പോൾ അതാണ് ഈ BJP-യുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുണ്ടായേക്കാം, അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം താങ്കൾ പറഞ്ഞു വെച്ച സ്ഥലത്ത്, അതായത് ഈ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം എന്തുകൊണ്ടാണ് കമ്മ്യൂണിസത്തിന് വളർച്ച ഉണ്ടാക്കിയെടുത്തതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. പക്ഷെ അവരുടെ പ്രതീക്ഷ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളൊരു നേതാവ് കൂടി അവർക്ക് വന്നിട്ടുണ്ട്, ഒരു ക്യാപ്റ്റനെ കൂടി കിട്ടിയിട്ടുണ്ട്. കാരണം ഇത്രയും കാലം ചിലപ്പോൾ ഈ BJP-യുടെ സംസ്ഥാന നേതൃത്വം എന്ന് പറയപ്പെടുന്ന ഒരു അഴകുഴമ്പം മറ്റുള്ള സംസ്ഥാന നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏകദേശം 20-21 വരുന്ന സ്ഥലങ്ങളിൽ BJP-ക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടും ഇന്നും അങ്ങനൊന്നും ഭരണം പിടിക്കാൻ കഴിയാതായി പോകുന്നത്, കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതായി പോകുന്നത് അവരുടെ ഭരണപരാജയവും നേതൃപരാജയവുമാണ്. ആ നേതൃപരാജയം
ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എങ്ങനെ അതിനെ നോക്കി കാണുന്നു ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യും? ഇപ്പം പറഞ്ഞ വളരെ ഒരു കറക്റ്റാണ്. കാരണം മറ്റ് എല്ലാ പ്ലേസുകളിലും അവർക്ക് ഭരണം പിടിക്കാൻ പറ്റിയിട്ടും കേരളം ഇവർക്കൊരു ബാലികറ മലയായി മാറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഏബിൾ ലീഡർഷിപ്പ് സത്യം പറഞ്ഞാൽ ഇവിടെ സെൻട്രൽ ഭരിക്കുമ്പോൾ പോലും വളരെയേറെ വീക്കായിരുന്നു ഇവിടെ. കാരണം അത്തരത്തിലുള്ള ആ കേരളത്തിലെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു കരിഷ്മയുള്ള ഒരു കാലിബറുള്ള ഒരു ലീഡർ വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്നൊരു വ്യക്തിയെ അദ്ദേഹം നല്ലൊരു ഒരു പൊളിറ്റീഷ്യനായിട്ട് ഞാൻ കാണുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മുന്നിൽ വെക്കാൻ പറ്റാവുന്ന ഒരു നല്ലൊരു ഫേസ് ആണ്, ഒരു അഡ്രസ് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എന്റർപ്രണർ കൂടാണ് അദ്ദേഹം. അന്നേരം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ മൂവുകളെ കുറിച്ച് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം ബിസിനസ്സിൽ അത് നടത്തിയേക്കുന്ന അദ്ദേഹത്തിന്റെ മൂവുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വിജയവും വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സ്ട്രൈക്ക് വെൻ ദ അയൺ ഈസ് ഹോട്ട് എന്ന് പറയും. അതായത് സ്ട്രൈക്ക് ചെയ്യാനുള്ള റൈറ്റ് ടൈമുണ്ട്. നമ്മൾ അല്ലാത്ത സമയത്ത് അത് സ്ട്രൈക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എല്ലാം കൊണ്ടും ഇപ്പോൾ ഇപ്പോൾ CPM-നെ സംബന്ധിച്ചോളം വളരെയേറെ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ അകത്താക്കാൻ പറ്റാവുന്ന സുവർണാവസരം. ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ നമ്മുടെ ഏതൊരു സിനിമയ്ക്കകത്ത് നമ്മുടെ ഇന്നസെന്റ് പറയുന്ന പോലെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആറ്റിട്ടുകൊണ്ടിരിക്കുക. കാരണം ആൾക്കാർക്ക് പ്രതീക്ഷയില്ല. മുഖ്യമന്ത്രിയുടെ മകളെ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല, അറസ്റ്റ് ചെയ്യത്തില്ല. കരുവന്നൂർ കേസ് പിന്നെ ഇത് ഞങ്ങൾ കുറെ കേട്ടതാണ്. മറ്റേ അകത്തു അന്നേരം ഈ ഒരു ബാന്ധവം ഒരു CPM ഒരു സെൻട്രൽ ലീഡർഷിപ്പുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അത് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ, ജയിലിലൊന്നും വിടണമെന്ന് നമ്മൾ പറയുന്നില്ല, അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്ക് ഒരു അവസരം തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തിന്റെ വലിയൊരു വിജയമായി മാറും. ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോണായി മാറും. അപ്പോൾ ജനങ്ങൾക്കൊരു ഫീൽ വരും ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊരു തോന്നലുണ്ടാകാം. ഇത്തരത്തിൽ ഈ കിട്ടിയേക്കുന്ന അവസരത്തെ രാജീവ് ചന്ദ്രശേഖർ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആസ് എ ലീഡർ പാർട്ടിക്കുള്ളിലും ജനങ്ങളുടെ ഇടയിലും ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഡിസ്കഷനിൽ താങ്കൾ തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആസ് എ ലീഡർ അദ്ദേഹം ഒരു വൺ മൻ ഷോ അല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പല പവർ പോയിന്റ്സിനെ അവർക്കെല്ലാം റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്ത് ഓരോരുത്തർക്കും അവരവരുടേതായ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ലിബർട്ടിയും അവസരങ്ങളും ഫ്രീഡവും കൊടുക്കുന്നു. താങ്കൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് മൈൻഡ് സെറ്റ്. അതെ, അത് ആ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. അതിന് അവരെ സംബന്ധിച്ചിടത്തോളം ഈവൻ സുരേന്ദ്രൻ പോലും അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്നതിനേക്കാളും കൂടുതൽ വൈബ്രന്റ് ആയിട്ടും ആക്റ്റീവായിട്ടും ഇപ്പോൾ പോകുന്നതിന്റെ സത്യം പറഞ്ഞാൽ ക്രെഡിറ്റ് ഇദ്ദേഹത്തിന് തന്നെ കൊടുക്കേണ്ടതാണ്. അന്നേരം ഇത്രയും വലിയൊരു സുവർണാവസരം, ഒരു അവസരങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ് രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്നത്. അന്നേരം അത് വിനിയോഗിച്ചാൽ അദ്ദേഹത്തിനും പാർട്ടിക്കും അത് നേട്ടമുണ്ടാക്കാൻ. അതായത് നമ്മൾ പറഞ്ഞു നോക്കുന്നത് കേന്ദ്ര ഏജൻസികൾ എന്ന് പറയപ്പെടുന്നത് വെറും നോക്കുകുത്തികളല്ല. അവരെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയുന്നവരാണ്. അവർ വളരെ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് അറസ്റ്റിലേക്ക് എത്തി കാര്യങ്ങൾ എന്താണെങ്കിൽ അല്ലേ. അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ വിഷയം വരുന്നത് നമ്മളൊരു വാർത്ത കൊടുത്താൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് നാളെ ഒരു കമൻറ്റ് പറയും. നമ്മൾ ഈ പറയുന്ന ചർച്ച ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാമെന്നുള്ള ഇറങ്ങിപ്പോടാന്ന് നമ്മളത് പറയുന്നവരായിരിക്കും. പക്ഷേ അവരെയെങ്കിലും വിശ്വസിപ്പിക്കുവാൻ രാജീവ് ചന്ദ്രശേഖരൻ ഈ ഒരു അവസരം, താങ്കൾ പറഞ്ഞ പോലെ അതാണ് എൻ്റെ ഏറ്റവും നല്ല വേർഡ്, ഓപ്പർച്യൂണിറ്റിയാണ്. അത് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ സ്വർണം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കോംപ്രമൈസ് നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കോംപ്രമൈസ് ഈ മാസപ്പടി കേസിൽ ഇല്ലാതാവുകയോ ഒപ്പം തന്നെ KM എബ്രഹാമിനെ പോലുള്ള ഒരാളെ കൃത്യമായിട്ടും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുകയോ ചെയ്താൽ അത് ഈ പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കിരീടത്തിലൊരു പൊൻതൂവലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയപ്പെടുന്നത് കൂടാൻ പോവുകയാണ്. അതെ, അല്ല ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫൈറ്റ് വരാൻ പോകുന്നത്, ഇപ്പോൾ പിണറായിസം മാറി ഒരു കമ്മ്യൂണിസത്തിലേക്ക് വരാൻ പോകുന്ന ഒരു അവസരം ഉണ്ടാകുകയും അതുപോലെ തന്നെ BJP ശക്തി പ്രാപിക്കുകയും കൂടി ചെയ്താൽ ഇവിടെ രണ്ട് പാർട്ടികൾ ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഫൈറ്റ് വരാൻ പോകുന്നത് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ അല്ലേ. ഓരോ ദിവസവും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രസക്തി തന്നെ അവരായിട്ട് തന്നെ നശിപ്പിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ ഒരു വലിയൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് LDF-ലും
അതായത് LDF-ലും കാതലായ ഒരു മാറ്റം വരുന്നു സമീപനങ്ങളിൽ. ബിനോയ് വിശ്വത്തിന്റെ ആ ഒരു പ്രസ്താവന ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം വളരെ ശ്രദ്ധേയമായി പറഞ്ഞു, ഒന്ന് മകളുടെ ഈ വിഴുപ്പ് നമുക്ക് ചുമക്കേണ്ട ആവശ്യമില്ല, ഇതൊരു പിണറായി സർക്കാരല്ല, ഇതൊരു LDF സർക്കാരാണ്, വീണയെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. എന്ത് തോന്നുന്നു അത്തരം ഒരു പ്രസ്താവന? അത് വളരെ ശ്രദ്ധേയമാണ് കേട്ടോ. അത് നമ്മൾ CPI പോലൊരു പ്രസ്ഥാനം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടതാണ്. പലപ്പോഴും CK ചന്ദ്രപ്പനെ പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വളരെ കൃത്യമായി ഷാർപ്പായിട്ട് നിലപാടുകൾ അറിയിക്കുമായിരുന്നു. അതിനുശേഷം വന്ന പലരും, കാരണം രാജേന്ദ്രനൊക്കെ അത് പറയാൻ വളരെ വൈമുഖ്യം കാട്ടിയതാണ്. പക്ഷേ അതിലൊരല്പം മാറ്റം ബിനോയ് വിശ്വത്തിനുണ്ട്. ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വാചകം ശ്രദ്ധേയമാണ്. കാരണം LDF എന്ന് പറയപ്പെടുന്നതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്നതും ആരുടെയും വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സംവിധാനമല്ല. LDF എന്ന് പറയപ്പെടുന്ന ആ ഒരു മുന്നണി സംവിധാനത്തിനുള്ളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് അവരുടെ മക്കൾക്കോ മരുമക്കൾക്കോ വേണ്ടിയിട്ടായിരിക്കരുത് എന്നുള്ള വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള കാരണമെന്ന് പറയപ്പെടുന്നതും പിണറായി ആണെങ്കിലും പിണറായിക്ക് മുകളിൽ ആര് വന്നാലും അത് ഞങ്ങൾക്കതൊന്നും ഒരു കൂസലുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ഞങ്ങളതിനെ ശ്രദ്ധിക്കുന്നില്ല. പകരം ഞങ്ങൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, പാർട്ടി എന്താണോ പറയുന്നത് അത്, കാരണം അവരുടെ പാർട്ടിയിലുള്ള KE ഇസ്മായിലിനെ അവർക്ക് പുറത്താക്കാൻ കഴിഞ്ഞെങ്കിൽ, കാരണം അവർക്കത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPI എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെയല്ല CPM എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വളരെ ഒരു ശ്രദ്ധേയമായിട്ട് ഒരു കാര്യമാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ആ പറച്ചിലുകൾ ഉൾക്കൊള്ളുവാനുള്ള കരുത്തുണ്ടാകേണ്ടത് ബേബിക്കാണ്, MA ബേബിക്കാണ്. MA ബേബി അത് സ്വീകരിക്കുകയും, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ വാഴപ്പിണ്ടി അല്ലാത്ത നട്ടലാണെങ്കിൽ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കും. വേറൊന്നുമല്ല, ഈ മകളുടെ വിഷയം മകളുടേത് മാത്രമാക്കി മാറ്റുക, അത് സർക്കാരിൻ്റെ ഭാഗത്തേക്ക് കെട്ടിവെക്കാതിരിക്കുക. മറ്റൊന്ന്, എല്ലാ കാര്യത്തിൻ്റെയും അന്വേഷണങ്ങൾ എത്തുന്നത് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഏകദൈവത്തിലേക്ക് ആകുന്നത് ഇല്ലാതാക്കുക. അങ്ങനെയുള്ള ആരോപണ വിധേയനാകുന്ന മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ ആരോപണ വിധേയൻ മാറി നിൽക്കട്ടെ. അന്വേഷണങ്ങൾക്ക് ശേഷം അന്വേഷണ വിധേയനായ ആൾ മാറി നിൽക്കട്ടെ. അന്വേഷണങ്ങൾക്ക് ശേഷം തൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ച് മടങ്ങി വരട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ പാർട്ടിക്ക് തീരുമാനിക്കാം. അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ MA ബേബിക്ക് കഴിഞ്ഞാൽ അത് ഈ കമ്മ്യൂണിസം എന്ന് പറയപ്പെടുന്നത് തിരികെ വരുന്നതിൻ്റെ ലക്ഷണങ്ങളും സൂചനകളുമാകും. പിണറായിസം എന്ന് പറയപ്പെടുന്നത് തകർന്നു തുടങ്ങുന്നതിൻ്റെ കൗണ്ട് ഡൗണുമാകുന്നുള്ള കാര്യത്തിൽ അതിൽ യാതൊരു സംശയവും, അത് വളരെ കൃത്യമാണ്. അപ്പോൾ നമുക്കിത് പറഞ്ഞു വെക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് BJPയുടെ ഒരു നില എന്ന് പറയപ്പെടുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൈകളിൽ ഈ തരത്തിൽ പോവുകയാണ്. അതായത് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കോർപ്പറേറ്റ് ലൈനാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവരും സന്തുഷ്ടരാണ്. ശോഭാ സുരേന്ദ്രൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും MD രമേശും K സുരേന്ദ്രനും V മുരളീധരനും ഒക്കെ പലതരത്തിലുള്ള ചിന്തകൾ അവർക്കുണ്ട് എങ്കിലും ഈ അധികാര വികേന്ദ്രീകരണം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ഈ രാജീവ് ചന്ദ്രശേഖർ ഒരുക്കിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം മേൽത്തൊട്ടിരിക്കുകയും ബാക്കിയുള്ളവർക്ക് അധികാരങ്ങൾ നൽകുകയും നിങ്ങൾ കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്ത് പാർട്ടിക്ക് ഗുണമാവുകയുള്ളൂ. ഞാനൊരു ഇടയ്ക്കേറി പറയാണ്, അതായത് രാജീവ് ചന്ദ്രശേഖരനാണ് ഈ MA ബേബി ഈ കാര്യത്തിൽ സഹായിക്കാൻ പറ്റാവുന്നത്. കാരണം അത്തരത്തിൽ ഒരു നടപടികളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ MA ബേബിക്ക് അദ്ദേഹത്തിൻ്റെ പണി വൃത്തിയായിട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങും. അതിന് കടാക്ഷം വേണ്ടുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കൃത്യമാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന കേന്ദ്രത്തിൽ പിടിപാടുള്ള ആളാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം കൃത്യമായിട്ട് നടത്തുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്താൽ അത് മാത്രം ചെയ്തു കൊടുത്താൽ മതി. MA ബേബിയുടെ പണി വളരെ കൃത്യമായിട്ട് നടത്താം. അന്നേരം ഈ പറഞ്ഞ പോലെ പിണറായിസം മാറി കമ്മ്യൂണിസത്തിലേക്ക് വഴിമാറി പോകും. അതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അത്രയും ശക്തമായ നടപടിയെടുത്ത ഒരു നേതാവ് എന്ന നിലയ്ക്ക് കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കും. ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും വളർച്ച വളരെ കൃത്യമാണ്. നല്ല നമുക്ക് അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റുന്നതാണ്. CPMന് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് മടങ്ങി വരാൻ കഴിയുന്നത് MA ബേബിയിലൂടെ. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന നേതാവ്, സംസ്ഥാന അധ്യക്ഷൻ, അത് BJPയുടെ കൊടിക്കൂറ കുറച്ചുകൂടി വേഗത്തിലാകട്ടെ അവരുടെ വിജയ സാധ്യതകളെന്ന് പറയുന്നത്. കാരണം താങ്കൾ പറഞ്ഞ പോലെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്താൽ, അതല്ല രാജീവ് ചന്ദ്രശേഖരും പഴയതുപോലെ പാദസേവകരായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ BJPയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ താമര ഇവിടെ ഈ സമീപകാലത്തൊന്നും വിരിയുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. കുളത്തിലും വിരിയില്ല, ചെളിക്കുള്ളിലും വിരിയത്തില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ഈ പറയുന്ന പിണറായി എന്ന ഏകാധിപതിയിലൂടെ, പിണറായിസത്തിലൂടെ ഈ പ്രസ്ഥാനവും പോവും, പിണറായിയും പോവും. അതെ, തീർച്ചയായിട്ടും. നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ അത് തന്നെ പറയാം. കമ്മ്യൂണിസം എന്ന് പറയപ്പെടുന്നത് മടങ്ങി വരട്ടെ. കാരണം അത് തൊഴിലാളിയുടെ ആശയും പ്രതീക്ഷയുമാണ്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന നേതാവും ഒപ്പം തന്നെ MA ബേബി എന്ന് പറയപ്പെടുന്ന നേതാവും, രണ്ട് നേതാക്കൾക്കും ഇതൊരു അവസരവുമാണ്. ആ അവസരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി വീണ്ടും ഇവിടെ തഴച്ചു വളരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.